Hi everyone, welcome back to Food and Chill. ഇന്നൊരു പിസ്സയാണ് തയ്യാറാക്കുന്നത്. ഓവൻ ഒന്നും ഉപയോഗിക്കാതെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ എങ്ങനെ ഒരു പിസ്സ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പിസ്സ ബേസ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 10 മിനിറ്റിന് ശേഷം ഇത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഈസ്റ്റ് പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ ആ ഈസ്റ്റ് ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് പൊങ്ങി വന്നിട്ടുള്ള ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൂടുതൽ വെള്ളം ആവശ്യമെങ്കിൽ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. മാവ് അധികം ടൈറ്റും അധികം ലൂസും ആവാത്തൊരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. നല്ലപോലെ കുഴച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്ന് ഓയിൽ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കാം. ഈ ഒരു പാനിലാണ് ഞാൻ പിസ്സ തയ്യാറാക്കുന്നത്. ഇത് ഞാൻ ഓയിൽ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഓയിൽ അധികമായി പോകരുത്. അതിനുശേഷം മാവ് ഇതിൽ കൈ ഉപയോഗിച്ച് റൗണ്ടിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിലൊന്ന് പ്രസ് ചെയ്ത് ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പിസ്സ സോസാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിസ്സ സോസ് ഒരു സ്പൂൺ ഉപയോഗിച്ച് ബേസിൻ്റെ മുകളിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേറെ കളർ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. 100 ഗ്രാം മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതിൻ്റെ മുകളിൽ നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ കുറച്ച് ചിക്കൻ പൊരിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നല്ല ചെറിയ പീസാക്കി മുറിച്ചെടുത്തത് മഞ്ഞളും മുളകും ഉപ്പും കൂടി ചേർത്ത് പൊരിച്ചെടുത്തതാണിത്. ഇത് എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടി മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിത് ഡയറക്റ്റ് ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ടില്ല. അടിയിലൊരു പഴയ പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പിസ്സയുള്ള പാന് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതൊരു 30 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചു. 30 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ചീസെല്ലാം നല്ലപോലെ സ്പ്രെഡായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ടുള്ള പിസ്സ തയ്യാറാക്കിയെടുക്കാം. പിസ്സ സോസിൻ്റെ റെസിപ്പി നേരത്തെ ഷെയർ ചെയ്തത് കാണുക. അതേപോലെ തയ്യാറാക്കുകയാണെങ്കിൽ കടയിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് അറിയിക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ അല്ലെങ്കിൽ എവരിവൺ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക.